നമസ്കാരം. ഫ്രാൻസിലെ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഇരു നേതാക്കളുടെയും സുപ്രധാന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുൻപാണ് രാജ്യാന്തര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടം പിടിച്ച ട്രംപിന്റെ ശ്രദ്ധേയമായ പരാമർശങ്ങൾ പുറത്തുവന്നത്. പ്രധാനമന്ത്രി മോദിയെ കാം, കൂൾ, ടോട്ടൽ കില്ലർ, ഏറെ ശാന്തനും എന്നാൽ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കെൽപ്പുള്ളവനും എന്നീ പദങ്ങൾ ഉപയോഗിച്ചാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഉച്ചകോടിയുടെ ഭാഗമായി ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഉച്ചഭക്ഷണ വേളയിലായിരുന്നു ട്രംപ് മോദിയെ പ്രശംസ കൊണ്ട് മൂടിയത്. പ്രധാനമന്ത്രി മോദി അതീവ ശാന്തനും ഗൗരവക്കാരനും അസാധാരണമായ ആത്മവിശ്വാസമുള്ളയാളാണെന്നും ട്രംപ് പറഞ്ഞു. കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കെൽപ്പുള്ളവനാണ് അദ്ദേഹം, എന്നാൽ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹത്തെ നോക്കൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടായി ട്രംപ് പറയുകയുണ്ടായി. മോദിയെപ്പോലെയാകാൻ തനിക്ക് കഴിയില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചത്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഇതിനകം പല നല്ല കാര്യങ്ങളും സംഭവിച്ചതായും ട്രംപ് വ്യക്തമാക്കി. 16 മാസങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും നേരിട്ട് കാണുന്നത്. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിലായിരുന്നു ഇവരുടെ അവസാന കൂടിക്കാഴ്ച. ഉച്ചകോടി ഹാളിൽ വെച്ച് പുഞ്ചിരിയോടെ പരസ്പരം കൈകൊടുത്തും തോളിൽ തട്ടിയുമാണ് ഇരുവരും സൗഹൃദം പുതുക്കിയത്. എന്നാൽ ഇരുവരും ഔപചാരികമായ ഹസ്തദാനത്തിൽ ഒതുക്കിയതും പരസ്പരം ആലിംഗനം ചെയ്യാതിരുന്നതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സമുദ്രരംഗത്തെ സുരക്ഷയ്ക്കായി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന ശക്തമായ ആഹ്വാനം G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. നാവികർക്ക് യാതൊരുവിധ ഭയവുമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിനുള്ള സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഹോർമൂസ് തുറക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മോദി ഓർമ്മിപ്പിച്ചു. US നടത്തിയ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ശക്തമായ ആശങ്കയും ഇന്ത്യ ട്രംപിനെ അറിയിച്ചിരുന്നു. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നാവികരുടെ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി സ്വീകരിച്ച നിലപാടുകൾ കടുത്തതാണെന്ന് ട്രംപും പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ഉഭയകക്ഷി ചർച്ചകളിൽ പ്രതിരോധം, സുപ്രധാന വ്യാപാര കരാറുകൾ, പശ്ചിമേഷ്യയാകെ ഉലച്ചുകൊണ്ടിരിക്കുന്ന US-ഇറാൻ യുദ്ധം എന്നിവയൊക്കെ പ്രധാന അജണ്ടകളായി വന്നു. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. എന്നാൽ G7 ഉച്ചകോടി നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആശങ്ക വളരെ കൃത്യമായി ലോകവേദിയിൽ ട്രംപ് മുൻപാകെ പറയാൻ മോദിക്ക് സാധിച്ചു. ഒമാൻ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികർ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിലൂന്നിയായിരുന്നു മോദിയുടെ പ്രഭാഷണം. എന്തായാലും ട്രംപ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന വേദിയിൽ വെച്ചായിരുന്നു മോദി നിലപാട് വ്യക്തമാക്കിയത്.